الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وكان نبينا مصطفى محمد صلى الله عليه وسلم إن الله تعالى عائسة عالية من أهل الأرض من أهل الأرض لا وآنية ربكم قلوب عبادي الصالحين. وقال الله تعالى في القرآن المجيد ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق ويخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. صدق الله العلي العظيم. അള്ളാഹു നമ്മളെ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവേ സദുക്കളാൽ നമ്മൾ പറഞ്ഞത് കേട്ടത് പടച്ചവനെ നാളെ നിന്റെ അടുക്കൽ കബൂലിയത്തുള്ള അമലായി സ്വീകരിക്കണേ. അള്ളാഹു വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ബറാത്തിന്റെ രാവിലെ നരകമോചനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ സാധുക്കളാൽ ഞങ്ങളെയുള്ള അഹലക്കാരിനെ ചേർത്തി തരണേ റഹ്മാനെ. ആ രാവിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ നീ പുണ്യത്തിന്റെ ഭൂകാലമായ പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അതിനിടയിൽ നിങ്ങൾ ആരെയും ശാരീരികമായി മാനസികമായി തളർത്തിക്കളയല്ലേ അല്ലാഹ്. അതിൻ്റെ ഇടയിലുള്ള എല്ലാ വിഷമതകളും പ്രയാസങ്ങളും രോഗങ്ങളും അസുഖ സംബന്ധമായ എല്ലാ തളർച്ചകളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് പേര് മരണപ്പെട്ടവർ റമദാൻ അണയുന്നതിന് മുമ്പ് നിന്റെ ദർബാറിലേക്ക് വന്ന നിന്റെ വിളിക്ക് ഉത്തരം നൽകി നിന്റെ അടുക്കലേക്ക് വന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരെ നമ്മയും നിന്റെ ജന്നാത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയം വന്നവർക്കൊക്കെ അറിയാം. എന്തിനും ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അകപ്പൊരുൾ എന്താണെന്ന് ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ക്ലാസ്സിൽ ആള് കുറവാണെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബിന്റെ പരിപാടി ഇവരെല്ലാം കാണുന്നുണ്ടോ എന്ന് അറിയില്ല. വീഡിയോസും കാര്യം പറ്റുന്നവരൊക്കെ അത് കാണാം. ക്ലാസ്സിൽ വരാത്തവർക്കും കൂടി സംവിധാനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവരോട് സംഗതി ചെയ്തത്. ഏതായാലും ഇന്നത്തെ വിഷയം റമദാനാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത്. അല്ലാഹു റമദാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ. വല്ലാത്ത സന്തോഷം. 2 ആഴ്ച കഴിഞ്ഞാൽ ഏതാനും ദിനങ്ങളങ്ങോട്ട് നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നിധിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അല്ലാഹു എല്ലാം കൊണ്ടും വിശ്വാസി സമൂഹത്തിന് എല്ലാം കനിഞ്ഞു നൽകുന്ന പരിശുദ്ധമായ റമദാനിലേക്കാണ് കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ലോകത്ത് ഏതൊരു മുഅ്മിനിന്റെ ഹൃദയത്താളത്തിന്റെ മിടിപ്പൊന്ന് കൂടും. സന്തോഷം കയറി വരും. റമദാനിനെ വരവേൽക്കാൻ, ആ റമദാനിനെ കേൾക്കുമ്പോൾ അതിനെ വരവേൽക്കാൻ, സ്വാഗതം ചെയ്യാനും അതിൽ കൽബ് കൊണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ സാധുക്കളാൽ നമ്മളെയും അല്ലാഹു ചേർത്ത് തീരുമാറാകട്ടെ. ഇത് ഭയങ്കര ഒരു ശേഷി. ആ മാസത്തെ ശഅബാനിനെ നമ്മൾ പരിഗണിച്ചു, റജബിനെ നമ്മൾ പരിഗണിച്ചു. അതിലെല്ലാം അപ്പുറത്തേക്ക് പലതുകൊണ്ടും വിശ്വാസി സമൂഹത്തിന് അല്ലാഹു വരദാനമായി നൽകി
ശഅബാൻ ബറാഅത്ത് രാവ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമായ രാവ് ബറാഅത്തിന്റെ രാവ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും നമ്മോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു വിജയിച്ചവനുള്ള ഉൾപ്പെടുത്തി തീരുമാനമാവട്ടെ. അപ്പോൾ അത് നമ്മൾ ചെല്ലേണ്ട ചെല്ലിണ്ടാവും, എല്ലാം ചെല്ലുന്നുണ്ടാവും. ഇനി പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ്, സമാഗതമാകുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിരിക്കേണ്ട, തയ്യാറാവേണ്ട ഒരു സംഗതിയാണ് ഹൃദയ വിശാലത, ഹൃദയ ശുദ്ധി. ഇന്നത്തെ വിഷയം മകനായിക്കൊണ്ടില്ലെങ്കിൽ ഹൃദയ അല്ലാഹു തആല നോക്കുന്നത് ലാ യൻദുറുല്ലാഹ ഇലാ അജ്ദാദികും വലാ ഇലാ സുവരികും വലാകിൻ ഖുലൂബുകും അത്തഖ്വ മിൻകും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം, അല്ലാഹു തആല നമ്മുടെ വേഷത്തിലേക്കോ രൂപത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ ചിലപ്പോൾ പറയുന്ന ഒരു വിഷയം എങ്കിലും സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിലേക്കൊന്നും അല്ല നോക്കൂല. വലാകിൻ ഖുലൂബുകും വത്തഖ്വ മിൻകും. നിങ്ങളുടെ ഹൃദയശുദ്ധിയിലേക്കാണ്, നിങ്ങളുടെ തഖ്വയിലേക്കാണ് അല്ലാഹു തആല നോക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതായാലും ഹൃദയവിശുദ്ധി പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കഥ കൊണ്ട് തുടങ്ങും. ഹൃദയത്തിന്റെ വിശാലത എന്താണ്, ഹൃദയത്തിന്റെ ശുദ്ധി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കഥ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നുമല്ല, ഒരു ഭാര്യയും ഭർത്താവും. ആ കഥ ഞാൻ പറയുന്നത് നമുക്കൊരു ഗുണപാഠമാണ്. എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇത്ര പ്രസക്തി? കഥ പറഞ്ഞ് രസിപ്പിക്കാൻ വേണ്ടിയല്ല, കഥ പറഞ്ഞ സമയം കൂട്ടാൻ വേണ്ടിയല്ല, മറിച്ച് ആ പറയുന്ന കഥയിൽ വലിയൊരു ഗുണപാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും. അപ്പോ ഭർത്താവും ഭാര്യയും അവരുടെ റൂമിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും, ജനല് തുറന്ന അപ്പുറത്തെ വീട്ടിലെ അലക്ക് കല്ല് കാണും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അടുക്കള കാണും, അല്ലെ? ഇന്നിപ്പോ മതിലൊക്കെ കെട്ടി നമ്മളെ ബന്ധങ്ങളൊക്കെ ഇല്ലാതായി പോയി. നമ്മളെ ബന്ധങ്ങളെ നിർത്തി തീരുമാനപ്പെട്ടെ, ബന്ധങ്ങളെല്ലാം നടത്തി തീരുമാനപ്പെട്ടെ. പ്രത്യേകിച്ച് ചോരബന്ധം, രക്തബന്ധം, കുടുംബബന്ധം, ഇതൊക്കെ അന്യമായി നിന്നു പോകുന്ന ഒരു സംസ്കാരമായി പൂർവ്വം അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ ഭർത്താവും ഭാര്യയും ഇങ്ങനെ വെക്കുമ്പോൾ ഈ കഥ പറയുന്നത്, തുടക്കി വെക്കുന്നത് ഹൃദയവിശാലതയെ കുറിച്ച്, ഹൃദയശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ചെറുക്കിനൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഭാര്യ തന്റെ റൂമിന്റെ ഡോറ് തുറക്കണം, ജനല് തുറക്കുമ്പോൾ തന്നെ നേരെ അപ്പുറമുള്ള സ്ത്രീ അലക്കുകാരിയാണ് കാണുന്നത്. അലക്കുകാരിയെ കാണുന്ന, പക്ഷെ ജനൽ തുറക്കുന്നതിന് ഇപ്പോഴത്തെ ജനല് ആ ജനൽ ചില്ലിലൂടെ നോക്കി. മറ്റൊരു ചരിത്രത്തിൽ കാണാം, കഥ പറയുന്നതിൽ കാണാം, ജനല് തുറക്കാതെ ജനൽ ചില്ലിലൂടെ, ജനൽ പാളിയിലൂടെ, ജനൽ ചില്ലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സ്ത്രീ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയും, അലക്കി വസ്ത്രമെല്ലാം കാലിൽ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടപ്പോ തൻ്റെ ഉറങ്ങി എഴുന്നേറ്റ ഭർത്താവിനോട് ഈ പെണ്ണ് പറയാണ്, നിങ്ങൾ നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, എന്ത് ആ സ്ത്രീ അലക്കിയതൊന്നും വൃത്തിയില്ല, എല്ലാത്തിനും കച്ചറയാണ്. അപ്പൊ അയാൾ അതിങ്ങനെ നോക്കി, എൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് അയാളൊന്നും അനങ്ങിയില്ല. അത് വെള്ളിങ്ങനെ നോക്കി, അയാളൊന്നും അനങ്ങാതെ അവിടെ ഇരിക്കും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ ഭാര്യ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് എഴുന്നേൽക്കും. കഥ പറയുമ്പോൾ എടുക്കുന്നുണ്ടാ, ഭാര്യ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഭർത്താവ് എഴുന്നേറ്റിട്ട് അയാൾ ആദ്യം ചെയ്ത പണി തന്റെ ജനൽ ചില്ലുകളൊന്നും തുടച്ച് വൃത്തിയാക്കി. ജനൽ ചില്ലുകൾ എന്തായി നല്ലോണം ഒന്ന് തുടച്ച് കംപ്ലീറ്റ് ക്ലീൻ ചെയ്താണ് വെച്ചു. കുറച്ചു നേരം ഭാര്യ, ഈ മനുഷ്യന്റെ ഭാര്യ എഴുന്നേറ്റിട്ട് നോക്കി, അതേ വസ്ത്രത്തിലേക്ക് നോക്കാണ്. ആ പെണ്ണൊന്നും വസ്ത്രം അലക്കിയിട്ടിരിക്കുക. ഈ പെണ്ണ് പറയാണ്, ഇന്നലെ വൃത്തിയില്ലല്ലോ, ഇന്ന് നോക്കിയേ എന്തോ ഒരു വൃത്തിയാണ് ഡ്രസ്സ് അലക്കിയത്. അപ്പൊ അയാൾ പറഞ്ഞു, എടി പെണ്ണെ, ഇന്നെന്താ പ്രശ്നം എന്ന് പറയുന്നത്, അപ്പുറമുള്ള സ്ത്രീയുടെ അലക്കിന്റെ കുഴപ്പമല്ല, മറിച്ച് നീ നോക്കുന്ന ജനൽ ചില്ലകൾക്കുള്ള കച്ചറയാണ്, അല്ലെ? ആ ജനൽപ്പാളികൾ വികൃതമായിരിക്കുകയാണ്. അതിലൂടെ നീ നോക്കിയപ്പോൾ എന്തായാലും അതും കച്ചറയായി നിനക്ക് തോന്നിയതാണ്. എന്തിനാണത് തുടച്ച് വൃത്തിയാക്കി? ഈ കഥയിൽ വലിയൊരു ഗുണപാഠമാണ്. എന്താണെന്നറിയുന്നത്, നമ്മുടെ മനസ്സ് ദുഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് മുഴുവൻ ദുഷിപ്പായിരിക്കും. അള്ളാഹു ഹൃദയം നന്നാക്കി തരുമാറുണ്ട്.
വലിയൊരു പാടാണ് ഈ കഥ. നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി ഈ കഥയിൽ വലിയൊരു ഗുണപാഠം ലോകത്തിന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സമീപനം എങ്ങനെയാണോ, എപ്പോഴും ഒരാളെ സംശയത്തിന്റെ കൊണ്ടോട് കാണുക, അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുക, ഇങ്ങനെ വരുന്നത് അത് ഹൃദയത്തിന്റെ അശുദ്ധിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ കണ്ണാടിയുടെ ചില്ലിന്റെ കഥ പറഞ്ഞതുപോലെ. ഏതായാലും അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, മറ്റുള്ളവരുടെ ന്യൂനതകളിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ അശുദ്ധിയാണ്, ഹൃദയശുദ്ധിയിലാണ് കാണുന്നത് എന്ന് ഖുർആൻ പറയാം. അവരെ കുറിച്ച് ഖുർആനിൽ ഒരു ആയത്ത് തന്നെ സൂറത്തുൽ ബഖറയിൽ കാണാം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്നത് കാണാം, അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹും അല്ലാഹു മറദ. സൂറത്തുൽ ബഖറയിൽ ആദ്യത്തിൽ ഓതിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ കാണാം, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹും അല്ലാഹു മറദ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഫീ ഖുലൂബിഹിം മറദുൻ, ചില മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്ക് രോഗമാണ്. അല്ലാഹു പറയാണ് ഖുർആനിലൂടെ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങൾക്ക് രോഗമാണ് നബിയേ. ഫസാദഹും അല്ലാഹു മറദ, അത് അല്ലാഹു ശിഫയാക്കി കൊടുത്തിട്ടില്ല കേട്ടോ, അത് അല്ലാഹു ശിഫയാക്കി കൊടുത്തിട്ടില്ല. ഫസാദഹും അല്ലാഹു മറദ, ആ ഉള്ളതിനേക്കാണ് അവർക്ക് അത് ജാസ്തിയാക്കി കൊടുത്തു. അല്ലേ? സംശയരോഗമാവാം, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്നതാവാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ കള്ളം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കൊണ്ട് ഇല്ലാത്തത് പലതും പറഞ്ഞ് കെട്ടിച്ചമക്കുമ്പോഴാണ് ഖുർആൻ അല്ലാഹു ഇങ്ങനെ ആയത്ത് ഇറക്കുന്നത്. ഇത് ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർക്കും ഒരു പാഠമായിട്ട് ഈ പാഠം കൊടുക്കുക, ഈ ആയത്ത് കൊടുക്കുകയാണ് അല്ലാഹു തആല. അല്ലാഹു പറയാണ്, ഫസാദഹുമുല്ലാഹ് നബിയെ ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങൾക്ക് അസുഖമാണ് നബിയെ. ശരീരത്തിന് അസുഖം വന്നാൽ ചികിത്സിക്കാം, മെഡിസിൻ കഴിച്ച് മാറ്റാം. പക്ഷേ ഫസാദഹുമുല്ലാഹു മറദ, അല്ലെ? ഹൃദയത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ഫലമാണ്, എന്ത് മെഡിസിനാണ് കൊടുക്കാൻ കഴിയുക? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്തത്. ആ ദുആയിലേക്ക് ഞാൻ വരാം. എപ്പോഴും ഹൃദയത്തിലേക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മഹാന്മാരായ ഇമാമികൾ കണ്ണീരണിന് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഹൃദയത്തിന്റെ മറന്നിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഹൃദയത്തിന്റെ മറന്ന് എന്തുണ്ട്? അസദുണ്ട്, കിബറുണ്ട്, രിബുണ്ട്, അല്ലെ, മുജിബുണ്ട്, അല്ലെ, ഇതൊക്കെ മിന്നത്തുണ്ട്, ചെയ്തു ഗുണം എടുത്ത പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു കുറേ ഹൃദയത്തിന്റെ രോഗങ്ങൾ ഇങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും വല്ല ഫലവത്തായ മരുന്ന് അള്ളാഹുവിലേക്ക് നിന്റെ കൽബിനെ അടുപ്പിക്കുക എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മൾ ഹൃദയശുദ്ധീകരണത്തോടുകൂടി മറ്റുള്ളവരിലേക്ക് നോക്കാൻ പഠിച്ചാൽ മതി. നമ്മുടെ തെറ്റുകളിലേക്ക് നമ്മളൊന്ന് സ്വയം ചൂണ്ടിക്കാണിച്ചിട്ട്, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, എന്റെ ചുറ്റുമുള്ളവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ ആ ദുആ ചെയ്തവന് മലക്കുകൾ ദുആ ചെയ്ത് ആമീൻ പറയുന്ന ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ കിട്ടുന്ന ഒരു ഓഫറാണ്. നമുക്കറിയാത്ത, നമുക്ക് പോലും പരിചയമില്ലാത്ത മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മളിങ്ങനെ ദ്വാരക്കണം. ആ ദ്വാരക്കണം, അത് അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ, നമ്മൾ ദ്വാരക്കണം. ആ ദ്വാ കാമിയും പറയുന്നത് മലക്കുകളാണ്, മരിച്ചു ആ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരം. അങ്ങനെ ഹൃദയം ഒന്നാവും സംവിധാനിക്കട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഹൃദയത്തിന് ഉടമകളാക്കുന്ന നമ്മൾ മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഏതായാലും അതിലേക്ക് വരിക. അപ്പൊ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഖുലൂബിഹിം മറദുൻ ഫസാദഹും അല്ലാഹു മറദ, എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ പറയും. ആ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല സൂറത്തുൽ അൻആമിലൂടെ വീണ്ടും പഠിപ്പിക്കുക, ഫമൻ യുരിദില്ലാഹ്. സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു തആല ആ ഹൃദയശുദ്ധിയെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല മുഅ്മിനിന്റെയും ഹൃദയശുദ്ധി ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഉദാഹരണം ഖുർആനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ അൻആം 125-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, ഫമൻ യുരിദില്ലാഹ് അൻ യഹ്ദിയ സദ്റഹു ലിൽ-ഇസ്ലാം. അല്ലാഹു പറയുന്നു, ഫമൻ യുരിദില്ലാഹ് അൻ യഹ്ദിയ സദ്റഹു ലിൽ-ഇസ്ലാം. ആരെങ്കിലും നേർവഴി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ അയാളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കും. നേർമാർഗം ആഗ്രഹിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു ഇസ്ലാമിന്റെ കവാടം, ഈമാന്റെ വെള്ളി വെളിച്ചം ഇട്ടുകൊടുക്കുക എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞു
كأنما يصعد في السماء كذلك يجعل الله الرجز على الذين لا يؤمنون. ഒന്നാമത്തെ പറഞ്ഞത് ومن يرد الله أن يهديه يشرح صدره للإسلام. നേർവഴി ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ മാധുര്യം അവർക്ക് തുറന്നു കൊടുക്കും. നേരെ തിരിച്ച് നേരെ തിരിച്ചാണ് ഒരാൾ വരുന്നത്. മലിനമായ ഹൃദയത്തോടു കൂടിയാണ് ഒരാൾ. ആ സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിലുള്ള മാലിന്യം വളരെ മോശമായ രീതിയിലാണ്, അഴുക്കുള്ളതായിട്ടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ അഴുക്കുള്ളതുമായിട്ടാണ് സത്യത്തിൽ എന്നും അഴുക്ക് ആരോപിച്ചു കൊണ്ടേയിരിക്കും. സത്യമാണെന്ന് അറിഞ്ഞാൽ പോലും അവന്റെ ഹൃദയത്തിൽ അഴുക്കുണ്ടെങ്കിൽ, മാലിന്യമുണ്ടെങ്കിൽ നോക്കുന്നതിലും മാലിന്യം കാണും, നോക്കുന്നതിലും അഴുക്ക് കാണും. ഒരാളെ കുറ്റത്തിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കിയതെങ്കിൽ കാണുന്നതെല്ലാം നന്മയാണ് എന്ന് പറഞ്ഞതുപോലെ കാണുന്നതിലെല്ലാം കുറ്റം മാത്രമേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു അവന്റെ ഹൃദയത്തിന് അങ്ങനെയാക്കി മാറ്റും, മാലിന്യമുള്ളതാക്കി മാറ്റും. അലല്ലദീന ലാ യുഅ്മിനൂൻ, സത്യത്തിന്റെ മേലെല്ലാം അവന്റെ മ്ലേച്ഛമായി കാണും. ഹൃദയം മോശമായി കഴിഞ്ഞാൽ സത്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ മോശമായി കാണും. അതേ അല്ലാഹു തആല വീണ്ടും പറയുകയാണ് നമ്മുടെ ഹൃദയം ഒരു ഗ്ലാസിനോട് കൂടിയാണ് അല്ലാഹു തആല കമ്പയർ ചെയ്തിരിക്കുന്നത്, തുലനം ചെയ്തിരിക്കുന്നത്. ഗ്ലാസിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗ്ലാസ് വല്ലാതെ അങ്ങോട്ട് ഉടച്ചു കഴിഞ്ഞാൽ, വല്ലാതെ പരിചരിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പരിഗണിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പൊടി പിടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലായി മാറും. എതിർ ദിശയിലുള്ളവർ മോശക്കാരനായി കാണും. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ഗ്ലാസിനോട് ഉപമിക്കാൻ കാരണം ഖുർആനിൽ അത് കാണാം. ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുന്നത് കാണാം. സൂറത്ത് നൂറിൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദി മസല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. സൂറത്ത് നൂറിൽ കാണാം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദി, അല്ലാഹുവിന്റെ നൂറ് അസ്സമാവാതി വൽ അർദി, ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന നൂറാണ്. പോരാ മസല നൂരിഹി, അവന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ചുമരിൽ പതിരിക്കപ്പെട്ട ഉദിക്കപ്പെട്ട വിളക്ക് പോലെയാണ്, ചുമരിലുള്ള പൊത്തിൽ വെക്കപ്പെട്ട വിളക്ക് പോലെയാണ് വിശ്വാസിയുടെ ഹൃദയമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ഒരു ചുമരിന്റെ പൊത്തിൽ വിളക്ക് വെച്ചതുപോലെയാണ് ഹൃദയമാണ്, മനുഷ്യന്റെ ഹൃദയമാണ് ചുമരിനോട് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ഹൃദയമാണ്, നെഞ്ചും കൂടാണ് സൂചിപ്പിക്കുന്നത്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് ഒരു ഗ്ലാസിലാണ്, പടുങ്ക് ഗ്ലാസിലാണ് ആ വിളക്ക് വെച്ചിരിക്കുന്നത്. ആ വിളക്ക്, ആ ഗ്ലാസ് എന്ന് പറയുന്നത് ഹൃദയമാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അസുജാദതു കഅന്ന കൗകബൻ ദുനിയ യൂഖദു മിൻ ഷജറ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ റബിയ യകാദു സൈതുഹാ യളീഖു വലൗ ലം തംസസു നാർ. ഏറ്റവും പരിശുദ്ധമായ തിളക്കമുള്ള, കേടുപാടില്ലാത്ത, മ്ലേച്ഛമില്ലാത്ത ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നൂറാണ്, നാറില്ല. നാറും നൂറും തമ്മിൽ വ്യത്യാസമുണ്ട്. നാറ് എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ തീയെ സൂചിപ്പിക്കുന്നു. പക്ഷേ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. ഈ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമികൾ പറയുന്ന വേറൊരു വിവക്ഷയുണ്ട്. അത് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ആ ആയത്ത് പറയാൻ കാരണം. ഏറ്റവും വലിയ പ്രകാശമാരാണ്? അത് നമ്മുടെ കരളായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ സമീപിക്കുമ്പോൾ, ഒരാളെ ഹൃദയത്തിന്റെ ശുദ്ധിയെ കുറിച്ച് അല്ലാഹു അളന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രയോഗം വെക്കാൻ കാരണം നൂറുൻ അലാ നൂർ,
യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു പറയാണ്, ആ നൂറ് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കുകയുള്ളൂ. ആ നൂറ് തജല്ലി, ആരുടെ നൂറ് തജല്ലിയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. അവിടുത്തെ പ്രകാശത്തിന്റെ കണികയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറിന്റെ പ്രകാശമാണത്, നൂറിന്റെ മേൽ നൂറായ സൗന്ദര്യമാണത്. അത് ഹൃദയം കൊണ്ട് പ്രകാശിച്ചു പോയി. ഹൃദയം കൊണ്ടും ശാരീരികമായും മാനസികമായും ജമാലിയത്ത് കൊണ്ടും ജലാലിയത്ത് കൊണ്ടും മേലെയുള്ളവരായ ഒരു പ്രവാചകനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് തജല്ലിയാത്തിന്റെ നേരെ പകുതിയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രകാശം. അത് കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു ഭാഗമാണ് മഹാനായ അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേലുള്ള പ്രകാശമാണ് ഹബീബായ റസൂലുള്ളാഹി. ആ നബിതങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് പ്രകാശം കിട്ടിയത്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, യഹ്ദില്ലാഹു ബിനൂരിഹി മൻ യശാ. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. അല്ലാഹു തന്നെ പറയാണ്, അങ്ങനെ തോന്നും പോലെ കൊടുക്കാനുള്ള വിളമ്പാനുള്ള സാധനമല്ല നൂറ് എന്ന് അല്ലാഹു പറയുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കൂ, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ എന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള പാത്രങ്ങളുണ്ട് ഭൂമി ലോകത്ത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഹൃദയത്തിന്റെ ശുദ്ധിയാണ് അല്ലാഹുവിന് ആദ്യം വേണ്ടത്. ഹൃദയ ശുദ്ധീകരണമാണ് അല്ലാഹുക്ക് ഏറ്റവും പ്രിയമുള്ളത്. ഹൃദയശുദ്ധിയോടുകൂടി അല്ലാഹുവിലേക്ക് ആരെങ്കിലും അടുത്തു കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ അവർക്ക് ഇല്ലാതെയാക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് അനുബന്ധമായി കൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് പറയുന്നുണ്ട്. വല്ലാത്തൊരു ഹദീസാണ്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് അനുബന്ധമായി കൊണ്ട് ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചില്ലേ ഉമ്മമാരെ, ആ അല്ലാഹു പരാമർശിച്ച ആയത്തിലേക്ക് തട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. ഇന്നല്ലാഹ തആല ആനിയത്തുൻ മിൻ അഹ്ലിൽ അർദ്. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ തആല ആനിയത്തുൻ മിൻ അഹ്ലിൽ അർദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ ചില സ്ഫടിക പാത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്താ സ്ഫടിക പാത്രങ്ങൾ? ഭൂമിയിൽ കുഴിച്ചിട്ട പാത്രങ്ങൾ എന്നല്ല അതിന്റെ അർത്ഥം. ഭൂമിയിൽ അല്ലാഹു സ്വീകരിച്ച സ്ഫടിക തുല്യമായ പാത്രങ്ങൾ ഏതാണ്? ഹബീബായ തങ്ങൾ പറയുന്ന ആ പാത്രം എന്ന് പറഞ്ഞാൽ വആനിയത്തുൻ റബ്ബികും ഖുലൂബു ഇബാദി സ്വാലിഹീൻ. ഏതാ പാത്രങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അല്ലാഹു സ്വീകരിച്ച പാത്രം ഏതാണ്? വആനിയത്തുൻ, ആ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബികും, നിങ്ങളുടെ റബ്ബ് സ്വീകരിക്കുന്ന ആ പാത്രം, അത് ഖുലൂബു ഇബാദി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹൃദയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാണ് റസൂൽ പറഞ്ഞത്. അല്ലാഹു ഭൂമിയിൽ ചില സ്ഫടിക തുല്യമായ പാത്രങ്ങളുണ്ട്. നോക്കണം, നിങ്ങൾ പറയുന്നത് സ്ഫടിക തുല്യമായ പാത്രങ്ങൾ ഭൂമിയിൽ അല്ലാഹു സ്വീകരിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരിശുദ്ധ റസൂൽ പറയാണ്, ഏതാണ് ആ പാത്രങ്ങൾ? വാനിയത്തുൻ റബ്ബികും, നിങ്ങളുടെ റബ്ബ് സ്വീകരിക്കുന്ന പാനപാത്രങ്ങൾ. ഖുലൂബു ഇബാദി സ്വാലിഹീൻ, അത് ആത്മാർത്ഥതായ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹൃദയത്തിലേക്കുള്ള ഹൃദയങ്ങളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ആ സ്വീകരിക്കുന്ന സ്ഫടിക തുല്യമായ പാത്രങ്ങളിൽ സ്വാലിഹീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചത്. ഒരു ഗ്ലാസ് പെട്ടെന്ന് പൊട്ടും, അതുപോലെ ഹൃദയം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഹൃദയശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും പറയാൻ കാരണം, ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ സൂചി പോലെയാണ്.
ഏത് നിമിഷവും അത് മാറി മറയാൻ ചാൻസ് ഉണ്ട്, ഏത് നിമിഷവും അത് മാറി മറയാൻ അവസരമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ പഠിപ്പിച്ചു സ്വഹാബത്തിന്. ഏതാ ദുആ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ അല്ലാഹ്. അറിയില്ലേ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവണം, വല്ലതും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഏറ്റവും വലിയ ദുആയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യണം, എപ്പോഴും ഈ ദുആ ചെയ്യണം. കാരണം നമ്മൾ കാണുന്ന ഇന്നത്തെ സാഹചര്യം ഒരു മനുഷ്യന്റെ വിശുദ്ധിയെ പോലും വിശ്വാസങ്ങളെ പോലും തകർക്കുന്ന രീതിയിലേക്ക് ആണ് ഇന്നത്തെ ലോകത്തിന്റെ പോക്കുള്ളത് എന്ന് പറയുമ്പോൾ, ആ രീതിയിലേക്കാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ മാറി മറിയുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയശുദ്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അവിടെയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ മറക്കരുത്. എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. സബ്ബിത് ഖുലൂബന, നമ്മുടെ ഹൃദയങ്ങളെ നീ സ്ഥിരപ്പെടുത്തണേ. അലാ ദീനിക വഈമാനിക, നിന്റെ ദീനിന്റെ മേൽ, നിന്റെ ഈമാനിന്റെ മേൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സ്ഥിരപ്പെടുത്തണേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞു കൊടുത്തത്, ഹൃദയം തെറ്റിക്കഴിഞ്ഞാൽ താളം തെറ്റിപ്പോയി, ഹൃദയശുദ്ധിയില്ലാത്തവന്റെ ഒന്നും തന്നെ റബ്ബ് സ്വീകരിക്കൂല. സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ടല്ലേ സൂറത്തുൽ അൻഫാലിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ യഥാർത്ഥ മുഫസ്സിരീകളെ കുറിച്ച്, മഹാന്മാരായ പൂർവസൂരികളായ സച്ചരിതരായ സ്വാലിഹീങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം. ആരാണ് ഹൃദയശുദ്ധിയുള്ളവർ, ആരാണ് ഹൃദയത്തിന് മോശം വന്നു പോയവർ, ഇത് പറയുന്നിടത്ത് അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിൽ പറയുന്നത് കാണാം. എപ്പോഴാണ് ഒരാൾ ഹൃദയശുദ്ധി എന്ന് മനസ്സിലാക്കാൻ കഴിയുക? ബാങ്ക് കൊടുക്കുമ്പോൾ അനങ്ങാതിരിക്കും, ജവാബ് പറയും, എന്നിട്ട് അവസാനം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് പറയും. അപ്പോഴും ചിന്തിക്കും, അല്ലാഹുവേ, ഖുർആൻ ഓതാൻ മനസ്സിലാകും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും കരയും. അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ചില വാക്കുകൾ പറയുമ്പോൾ അറിയാതെ കണ്ടു നിറഞ്ഞു പോയെങ്കിൽ എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അറിയാതെ നിങ്ങളെ കണ്ണു നിറയുന്നുണ്ടോ? നിങ്ങളെ ശബ്ദമിടറി പോകുന്നുണ്ടോ? സാധുവായി പാവപ്പെട്ടവന്റെയും നിങ്ങളെയും ശബ്ദമിടറുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അല്ലാഹു പൊരുത്തം തന്നെയാണ്. അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി പെരുമാറാവട്ടെ. സൂറത്തുൽ അൻഫാലിൽ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. ഹൃദയ വിശുദ്ധിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത് കാണാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ആരാ മുഅ്മിനീങ്ങൾ? സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറയുന്നു, ഹൃദയശുദ്ധിയുള്ള എൻ്റെ പാപങ്ങളായ ആബിദീങ്ങൾ, ഇബാദികൾ, അടിമകളാരാ? ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയം മുഅ്മിനീങ്ങൾ, അല്ലദീന ഇദാ അവർ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹനെ പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പാരായണം ചെയ്താൽ, വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടപടക്കും, അവർ ഹൃദയങ്ങൾ വിറങ്ങലിക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരെ മേലെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിളിച്ചറിയിക്കുന്ന ഖുർആന്റെ ഗദ്യപദ്യങ്ങൾ ഓതി കഴിഞ്ഞാൽ, ഖുർആന്റെ ആയത്തിന് അവരുടെ മുമ്പിൽ വെച്ച് ഓതപ്പെട്ട് കഴിഞ്ഞാൽ, സാദത്തുഹും ഈമാനാ, സാദത്തുഹും ഈമാനാ, ഈമാൻ ജാസ്തിയാക്കപ്പെടും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്നിട്ട് അല്ലാഹു പറയാ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിന്റെ മുമ്പിലേക്ക് അവർ പരമേൽപ്പിക്കുകയും ചെയ്യും.
ആരാ ഹൃദയശുദ്ധിയുള്ളവരും അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നു, അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ വല്ലാതെ അലങ്കരിച്ചു പോകും. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയും. അള്ളാഹിന്റെ ആയത്ത് അവന്റെ മുമ്പിൽ വെച്ച് ഓതപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലേ അള്ളാഹു തആല പറഞ്ഞത്, സാദതുഹും ഈമാനാ, ഈമാൻ അവർക്ക് ജാസ്തിയാകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പറഞ്ഞു കൊടുക്കണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അള്ളാഹുവിലേക്ക് വരവേൽപ്പിക്കുകയും ചെയ്യും. അവരാണ് ഹൃദയശുദ്ധിയുള്ളവർ. ഹൃദയശുദ്ധിയുള്ളവർ അവരാണ്. നേരെ തിരിച്ചുകൊണ്ട് ഹൃദയം കടുത്തു പോയവർക്ക് ചില്ല് കൊണ്ട് ഉദാഹരണം പറയാൻ, ഗ്ലാസിലേക്ക് ഉദാഹരിക്കാൻ കാരണം കുറേ ഗ്ലാസ് ചൈനയെ പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ ഗ്ലാസ് കൊണ്ട് തൂക്കുപാലം സഞ്ചരിക്കുന്ന ഇതാക്കുന്ന ഗ്ലാസ് പല രൂപത്തിലും. ഇതുപോലെ മനുഷ്യന്റെ ഹൃദയങ്ങൾ പല കോലത്തിലേക്കും മാറി മറിയും. അതുകൊണ്ട് ഗ്ലാസിനോട് ഉപമിക്കാൻ കാരണം സുജാജ, പളുങ്ക പാത്രത്തോട് അള്ളാഹു പല മനുഷ്യന്റെ ഹൃദയങ്ങളെ ഉപമിക്കാൻ കാരണം അതുകൊണ്ടാണ് അല്ലെ. എന്നാൽ ചില ആൾക്കാർ എന്ത് കിട്ടിയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അവരെ കുറിച്ച് അന്ന് പറയുന്നത്, ഇനി എത്ര അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാലും ഖുർആന്റെ ആയത്ത് ഓതിയാലും ചിലപ്പോൾ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോഴേക്ക് അടക്കം പോകും. അതിന്റെ വേറെ ശൈത്വാനിയത്തിന്റെ ശരമുള്ള വിളിച്ച് ഖുർആൻ ഓതിക്കുക. നിങ്ങൾ അള്ളാഹു ശൈത്താന്റെ ശരത്തുള്ള നമ്മുടെ മക്കളെ ഇന്നത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ജോലിയൊക്കെ ഞാൻ ഒരു വാതിര ഉറങ്ങാൻ നേരത്താണ് ഒരാൾ വന്ന് തന്നെ വിളിക്കുന്നത്. എന്തിനാന്ന് വെച്ചപ്പോൾ ഉസ്താദ് ഒന്ന് വരണം, രാത്രി 10-11 മണിക്ക്. ഞാൻ മാറ്റി പോയി നോക്കുമ്പോൾ 18-19 വയസ്സുള്ള മോള് എന്നെ തുറിച്ച് നോക്കുക. എന്താ സംഭവം? എവിടെയോ ബീച്ചിൽ എവിടെ പോയി വന്നതായി എന്തോ കൂടി റോഹാനിയോ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അപ്പൊ ഇത് വലിയൊരു പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ സിറ്റുവേഷനിലെ കഴിയുന്ന റൂമിലേക്ക് ഖുർആൻ ഓതുമ്പോൾ അവർക്ക് സഹിക്കൂല. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അപ്പോ ഇതെല്ലാവരെയും ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തലയിക്കാരാത്തവർ, അവർ ഉദ്ദേശശുദ്ധിയില്ലാത്തവരാണ് ഇത് പറയാൻ കാരണം. എന്നിട്ട് അതേ അമ്മ പറയാണ്, ആ ഖുർആനിനെ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ തായ്വാരയിൽ ഇറക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുമായിരുന്നു. ഖുർആൻ പറയുന്നത് നമ്മളെപ്പോഴും ഒതുന്നരായ لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. എപ്പോഴും പതിവാകേണ്ട ഒരായത്ത് കൂടിയാണ്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ നിത്യമായി ഇത് പതിവാക്കിയാൽ അവനക്ക് ബലം ഉണ്ടാവൂല. അവന് മലക്കുകൾ കൊണ്ട് കാവൽ നിർത്തപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോൾ അതിന് കൂടെയൊക്കെ പോവട്ടെ. ലൗ അൻസൽന, ഇതെന്തിനെ പറയാൻ കാരണം ഹൃദയശുദ്ധിയില്ലാത്തവൻ എന്ത് ഖുർആനാണ് എന്നും അവന്റെ ഹൃദയത്തിലേക്ക് കടക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞ അവർ മുമ്പിൽ വെച്ച് ഖുർആൻ അള്ളാഹുവിന്റെ ദിക്ർ പറയപ്പെട്ട് കഴിഞ്ഞാൽ അത് പങ്കായാലും മറ്റേത് വിധേയത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന കാര്യമായാലും റസൂലിനെ പറയുന്ന വിഷയമായാലും എന്ത് വിഷയമാണെങ്കിലും അവന്റെ ഹൃദയം ഒന്ന് പടപടക്കും. മാത്രമല്ല ആയത്തുകൾ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയങ്ങളുടെ ഈമാൻ ജാസ്തിയാക്കപ്പെടും. നേരെ തിരിച്ചുകൊണ്ട് ആ ഖുർആനല്ല ഏത് അമലുകൾ പറഞ്ഞാലും ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രയാസമാണ്, ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ മനപ്രയാസമാണ്. അത് ഈമാന്റെ കുറവാണ്, ഹൃദയശുദ്ധിയില്ലായ്മയുടെ കുറവാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്തേ കാരണം പറയാണ്ട് ആ ഖുർആനെങ്ങാനും അള്ളാഹ് പറയാണ് ഒരു ജബലിന്റെ പർവ്വതത്തിന്റെ തായ്വാരയിലാ ഖുർആൻ അവതീർണമായെങ്കിൽ അതിന്റെ ഗാംഭീര്യത കൊണ്ട് അത് പൊട്ടിപ്പൊടിന്റെ തരിപ്പണമാകുമായിരുന്നു എന്നുള്ള ഖുർആനിൽ പറയുന്നു. എന്നിട്ട് ഹൃദയ വിശുദ്ധിയെ കുറിച്ച് വീണ്ടും അല്ലാഹു തആല പറയുന്നവിടെയാണ് സൂറത്തുൽ ബഖറയിൽ കാണാം. സൂറത്തുൽ ബഖറ അല്ലാഹു തആല ഖുർആൻ ഹൃദയ വിശുദ്ധിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഖുർആനെ കൊണ്ട് തന്നെ ഇങ്ങനെ പോവാൻ കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഖുർആനെ കൊണ്ടാണ് ഏറ്റവും വലിയ മന്ത്രം, ഖുർആനാണ് ഏറ്റവും വലിയ ശിഫാ, ഖുർആനാണ് ഏറ്റവും വലിയ മനസ്സാന്തരത്തിന്റെ ഹൃദയഗന്ധം, ഖുർആനാണ് എല്ലാത്തിന്റെയും വിജയത്തിന്റെ മന്ത്രം, ഖുർആനാണ് എല്ലാ വിജയത്തിന്റെയും ഘടകം. ഖുർആൻ മാറ്റി വെച്ചിട്ട് ഒരു മുഅ്മിനിന് ജീവിക്കാൻ പറ്റുകയില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൂറത്തുൽ ബഖറയിൽ വീണ്ടും ഹൃദയശുദ്ധി ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും കഥ പറയുമ്പോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉപമിക്കുമ്പോ അല്ലാഹു തആല വീണ്ടും പറയും
ثم قست قلوبكم من بعد ذلك فهي كالحجارة. അല്ലാഹു ഖുർആൻ പറയാ ഒരാളെ വെറുതെ കടുത്തു പോയി എന്ന് പറഞ്ഞാ ثم قست قلوبكم من بعد ذلك, അവർ ഹൃദയങ്ങൾ പിന്നെ കടുത്തു പോയി. ഏതുപോലെ? ഫഹയ കൽഹിജാറ, കല്ല് പോലെ കടുത്തുപോയ ഹൃദയങ്ങളാവണവർ. ഹൃദയശുദ്ധിയില്ലാത്തവർ കല്ല് പോലെ ഹൃദയം കടുത്തുപോയവരാണ്. അതിനേക്കാൾ ശക്തമായിട്ട് നേരെ മറിച്ചൊരു കല്ലാണെങ്കിലോ അതിനേക്ക് ഖുർആൻ ഇറങ്ങിയെങ്കിലോ അതിന് നദികൾ ഒഴുകുമായിരുന്നു. വെള്ളം അതിലൂടെ ഒഴുകി വരുമായിരുന്നു. എന്തെങ്ങനെ ആവാൻ കാരണം? അള്ളാന്റെ ഭയന്നതിന്റെ പേരിലാണ്. അള്ളാന്റെ പേര് കേൾക്കുമ്പോഴേക്ക് മിണ്ടാ അനങ്ങാ പാറ പോലെ വന്ന ഒരു ചലനവുമില്ലാത്ത ആ കല്ല് പോലും ഒന്ന് ചലിച്ചു പോയെങ്കിൽ അതാണ് ആ ഖുർആന്റെ വശീകരണം, അതാണ് ആ ഖുർആനിന്റെ മാസ്മരികത. ആ ഖുർആൻ കേൾക്കുമ്പോൾ പോലും ഹൃദയത്തിന്റെ മാറ്റ പരിവർത്തനം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിന്റെ ശുദ്ധി എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് സ്വയം ആലോചിക്കണം. നമ്മൾ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഏറ്റവും വലിയ ഹൃദയ ശുദ്ധീകരണത്തിന്റെ മാർഗനിർദ്ദേശം, ഏറ്റവും വലിയ മരുന്ന്, ഏറ്റവും വലിയ മന്ത്രം ഖുർആനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. എത്രയോ ആഹിലികൾ ലോകത്തിൽ ഇന്നിപ്പോ രണ്ടാം പറയാം, ഇഫ്ദുൽ ഖുർആൻ ഇങ്ങനെ പെരുകി യാതനി പറ്റ പോലെയാണ്. ഓൺലൈനിൽ നിങ്ങൾ ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈനിൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് മജ്‌ലിസിന്റെ ഓൺലൈൻ വേദികളാണ്. അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നതാണ്. എന്ന പോലെ ഈ ഹാഫിലിങ്ങനെ ഇങ്ങനെ കൂടി വരും. പക്ഷെ ഹാഫിളായി കഴിഞ്ഞാൽ അതിന്റെ മട്ടത്തിൽ നിൽക്കണം. ഇതൊന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടിയോ അല്ല. ഹാഫിളായി പിന്നെ ആ പയ്യൊക്കെ മാറുന്നത് പിന്നെ മൂപ്പർ കോലം മാറി രഹസ്യം മാറി എല്ലാം മാറി. അപ്പൊ അത് നരകത്തിലേക്ക് പെട്ടെന്ന് വയ്യൊരുക്കാനുള്ള ഏർപ്പാടാവുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, മദ്രസകളിലായാലും വഅദിന്റെ ക്ലാസ്സുകളിലായാലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഹൃദയശുദ്ധി ഉണ്ടാവുക. അള്ളാഹു അങ്ങനെയാക്കി തരുമാറാവട്ടെ. എന്റെ തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലോ എല്ലാം കേട്ട് നമ്മൾ ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പോഴും കടുത്തുപോയി. തെറ്റുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി. സാധുവായി പാവപ്പെട്ടവന്റെ ഹൃദയം തെറ്റുകൊണ്ട് കടുത്തുപോയാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കും? അത് പറയുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ സംഭവിക്കുക? ഹൃദയശുദ്ധി ഉണ്ടാവുന്നതും ഇല്ലാത്തതായ കാര്യങ്ങളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും കൂടി പറയുന്നു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നുകിത ഫീഹി നുക്തത്തുൻ സൗദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിരന്തരമായി തെറ്റ് മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ, നിരന്തരമായി തെറ്റിലേക്ക് മാത്രം മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഹൃദയശുദ്ധി ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസമെങ്കിൽ സുബ്ഹി നമസ്കാരം, ളുഹർ നമസ്കാരം 5 നേരം നമസ്കരിക്കുന്നവരാണ് നമ്മൾ വിശ്വാസികൾ. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സ്നേഹത്തോടെ പറയട്ടെ, ഇതിലേതെങ്കിലും ഒരു സമയത്ത് ഖുർആൻ ഒരു പേജെങ്കിലും ഓതാൻ നമ്മൾ മനസ്സ് കാണിക്കണം, അല്ലെങ്കിൽ ഹൃദയം കടുത്തു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി ഖുർആൻ നോക്കാൻ പറ്റുന്നില്ലേ, മനസ്സ് വരുന്നില്ലേ? അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരു ദിവസം അത് ഓതാൻ ഒരു മനസ്സിന്റെ മൂടില്ല. നിസ്കരിച്ചതിനെ പിന്നെ അങ്ങനെ എന്തൊക്കെ ചെല്ലണമെന്ന് വേഗം ഇത്രയും ആൾക്കാർ പറയുന്നുണ്ട്. ചെല്ലണമെന്ന് വേഗം, ഓതണമെന്ന് വേഗം എല്ലാം വിചാരിച്ചു പോവും. പിന്നെ ഒരൊറ്റ കടത്താണ്. അത് നമ്മുടെ തെറ്റിന്റെ കാരണമായി പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ, എന്റെ ഉമ്മമാരെ, നമ്മൾക്ക് അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു വിഭ്രാന്തി വരുന്നെങ്കിൽ എന്തേ കാരണം?
അതിന്റെ കാരണം തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നുഖിത ഫീഹി നുഖ്തത്തുൻ സൗദാ. ദോഷം ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കറുത്ത പാടുകളായി മാറും. ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ തെറ്റിലൂടെ ആ തെറ്റുകൾ പെരുകി 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 അവസാനം അത് വലിയൊരു പാറയെ പോലെ കടന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ പറയാൻ വിധങ്ങൾ അങ്ങനെയാ പറഞ്ഞത് അല്ലെ. നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പാടുകളായി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നല്ലതിലേക്ക് അവിടെ പ്രവേശനമില്ല. ഹൃദയശുദ്ധിയുടെ താളങ്ങളിലേക്ക് കൊട്ടുകൊട്ടുന്ന ഒരു കൽക്കർമ്മത്തിനും ഒരു സലക്രമത്തിനും അതിന്റെ ഉള്ളിലേക്ക് പിന്നെ പ്രവേശനമില്ല. എല്ലാം തിന്മയുടെ ലാളനയായി മാറും. തിന്മയുടെ ഭാണ്ഡക്കെട്ടുകളായി ഹൃദയം മാറിപ്പോകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ഇത് പറയുമ്പോ ഈ ഹൃദയശുദ്ധിയെ കുറിച്ച് പറയുമ്പോ ഒരാള് ചരിത്രം ഓർമ്മ ഇബ്നു ഖയ്യൂം റഹിമഹുല്ലാഹ് വലിയ താബീഇകളിൽപ്പെട്ട മഹാനാണ്. അല്ലാഹു മഹാന്മാരെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരെ സ്നേഹിക്കണം. ഖാജ റളിയല്ലാഹു തആല അല്ലേ അജ്മീർ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ മഹാന്മാരെ സ്നേഹിക്കണം. അങ്ങനെയുള്ളൊരു താബീഇകളിൽപ്പെട്ട മഹാൻ ഇബ്നു ഖയ്യൂം തന്റെ ഗുരുനാഥൻ ഇബ്നു തയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം സന്ദർശിക്കാൻ കാരണം എന്താ പറയുക? അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ചാഞ്ചാട്ടം വരാൻ തുടങ്ങി. പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ചാഞ്ചാട്ടം വരാൻ തുടങ്ങി. അതായത് പഠിക്കുന്നതിനോട് താല്പര്യമില്ല, പഠിച്ച ഇൽമുകൾ മറന്നു പോവുക, ഖുർആനോട് വേക്കോട്ടടിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോ അദ്ദേഹം തന്റെ ഗുരുവിന്റെ അടുക്കൽ പോയി ഗുരുനാഥ നീ നിന്റെ ഹൃദയത്തെ ഒരു സ്പോഞ്ച് പോലെ കരുതുക. അദ്ദേഹം പറയാണ് തന്റെ ശിഷ്യനോട് നീ നിന്റെ ഹൃദയത്തിൽ ഒരു സ്പോഞ്ച് പോലെ കരുതിയിരിക്കുക. പകരം സ്പോഞ്ച് പോലെ കരുതാതെ എങ്ങനെ സ്പോഞ്ച് പോലെ സ്പോഞ്ചിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ദൂർത്ത് വരും, അതിങ്ങനെ കൂടിക്കൂടി നിൽക്കും. അത് സ്പോഞ്ച് പോലെ ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ നിന്റെ ഹൃദയത്തെ സ്പോഞ്ച് പോലെ കണ്ടതും കേട്ടതും ഹറാമിയതും എല്ലാം കയറ്റാൻ പറ്റുന്ന ഒരു പാനപാത്രമായി നിന്റെ ഹൃദയത്തെ നീ മാറ്റാൻ പാടില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ പിന്നെ എങ്ങനെയാകണം? ഒരു ഗ്ലാസ് പോലെ സൂക്ഷിക്കുക എന്ന് മറുപടി കൊടുക്കുക. ഗ്ലാസ് ആകുമ്പോൾ നമ്മളിങ്ങനെ അതിനെ സൂക്ഷിച്ച് തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ അതിങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകും. ഇതുപോലെയാണ് ഹൃദയം എന്ന് അദ്ദേഹം തന്റെ ശിഷ്യനോട് ഉപദേശം കൊടുക്കുകയാണ്. ഇബ്നു ഖയ്യിം എന്ന് പറയുന്ന ശിഷ്യനോട് ഇബ്നു തയ്യിം എന്ന് പറയുന്ന ആ ഗുരുവന്ദർ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഹൃദയ ശുദ്ധീകരണം ഉസ്താദന്മാർ തർബിയത്ത് ചെയ്യാറുണ്ട്, മശാഹിയന്മാർ മുരീദന്മാരെ തർബിയത്ത് ചെയ്യാറുണ്ട്. ആ തർബിയത്തിന്റെ ഭാഗം മുമ്പ് പറഞ്ഞ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖ ബീവിയെ കണ്ടു. ഉള്ളിലൊരു ചാഞ്ചാട്ടം വന്നു. ആ ചാഞ്ചാട്ടം വന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയഭാഗത്തേക്ക് ഇടതുഭാഗത്ത് തന്റെ ശൈഖായ പിതാവ് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൈ കൊണ്ട് ഒരടി കൊടുത്തു. അല്ലെ തഫ്സീർ ജലാലയിൽ കാണാമത്. അങ്ങനെയും ചരിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വികാരം വെള്ളത്തുള്ളികളായി വിരലിൽ കൂടെ പുറത്തേക്ക് പോയി എന്ന് തഫ്സീറിൽ കാണാൻ പറയുന്ന ചരിത്രം. ഇത് പറയാൻ ഹൃദയശുദ്ധി, ആ ഹൃദയം തെറ്റുന്നിടത്താണ് അള്ളാഹുവിന്റെ മഹാന്മാർ ചില ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാത്തവന്റെ ആയുധമാണ് ശൈഖില്ലാത്തവന്റെ ശൈഖ്, ദിക്റില്ലാത്തവന്റെ ദിക്റ് സ്വലാത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു. അപ്പോൾ ഖുർആനാണ് ഏറ്റവും വലിയ ശിഫ. ഇദ്ദേഹം അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചൊരു ഉപദേശം കൊടുത്തു. ഇതുപോലെ ജ്ഞാനവും ഹൃദയശുദ്ധിയും രണ്ടും ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ അറിവുണ്ടാകൂ. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാവൂ. ഹൃദയശുദ്ധി ഇല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമ് സ്വീകരിക്കാൻ കഴിയൂല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല, ഇമാം ബുഖാരി റളിയല്ലാഹു തആല, ഇങ്ങനെ ഒട്ടനവധി ഇമാമികൾ അല്ലെ. അപാരമായ ഓർമ്മശക്തി, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന മെമ്മറി പവറുള്ള, അത്രയും വലിയ മെമ്മറി പവറുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ പൂർവികരായ ഷാഫി ഇമാമിനെ പോലെയുള്ളവർ. 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കിയ മഹാന്റെ പേരാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള ഇത് പറയാൻ കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്
പറയാൻ കാരണം എന്താ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു ദിവസം ഒരു പരാതിയുമായി പോവുകയാണ്. എന്താ അദ്ദേഹത്തിന്റെ പരാതി? അദ്ദേഹത്തിനുള്ള ഓർമ്മശക്തി ദുർബലമായി ഇങ്ങനെ വരിക. നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്, വലിയ ഓർമ്മശക്തിയുള്ള മഹാനുഭാവനാണ്, ഇമാമാണ്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഒരു സന്ദർഭത്തിൽ മൂപ്പർ ഓർമ്മശക്തി ഇങ്ങനെ കുറഞ്ഞു വരിക, വല്ലാണ്ട് ബേജാറായി പോയി. അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിച്ച, മറ്റുള്ളവർക്ക് ഇൽമ പകർന്നു കൊടുക്കുന്ന മഹാനത്തിന്റെ ഓർമ്മശക്തി ഇങ്ങനെ കുറഞ്ഞ് ദുർബലപ്പെട്ടു പോയി. മൂപ്പർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അദ്ദേഹം നേരെ തന്റെ ഗുരുനാഥന്റെ അടുക്കലേക്ക് പോയി പരാതി പറയാം. ആരാധന വക്കീൽ എന്ന് പറയുന്ന തന്റെ ഗുരുനാഥന്റെ സന്ദർഭത്തിലേക്ക് മുമ്പിലേക്ക് ചെന്നിട്ട് ആ ഗുരുനാഥനോട് പരാതി വന്നപ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കുക, ഒരു ഉപദേശം കൊടുക്കുക. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ പരാതിയുമായി തന്റെ ഗുരുവിന്റെ വക്കീ എന്ന് പറയുന്ന ഗുരുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ വക്കീ എന്ന് പറയുന്ന തന്റെ ഗുരുനാഥൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഒരു ഉപദേശം കൊടുത്തു. ആ സന്ദർഭം അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ തന്റെ കവിതയിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ ഉസ്താദ് അവിടുന്ന് കൊടുക്കുന്ന ഉപദേശത്തെ വളരെ സുന്ദരമായി തന്റെ കവിതയിൽ മനോഹരമായി പറയുന്നത് കാണാം. شكوت إلى وقي ثم حفظي فارشدني إلى ترك المعاصي شكوت إلى وقي ثم حفظي ഞാൻ പരാതിയുമായി പോയി ഇലാ വഖി ثم حفظي എന്റെ ഓർമ്മശക്തി ദുർബലമായ സമയത്ത് എന്റെ ഗുരുനാഥനായ വക്കീലിന്റെ അടുക്കലേക്ക് പരാതിയുമായി ഞാൻ ചെന്നപ്പോ എനിക്ക് എന്റെ വക്കീൽ എന്ന് പറയുന്ന ഗുരുനാഥൻ നേർമാർഗം കാണിച്ചു തന്നു. ഇലാ തർക്കിൽ മആസി, എന്നോട് ആദ്യം പറഞ്ഞ വർത്തമാനം ഇമാം ഷാഫിഈ തങ്ങൾ പറയാണ്, ഓ മോനെ ഇദ്രീസ് ഷാഫിഈ, നിന്റെ ഹൃദയത്തിലുള്ള മോശങ്ങൾ നീ മാറ്റി നിർത്തണം. ഉസ്താദിനോട് പരാതി പറഞ്ഞപ്പോ അദ്ദേഹം തന്റെ ഗുരുവായ ആ മനുഷ്യൻ തന്റെ ശിഷ്യനായ ഇമാം ഷാഫിഈ തങ്ങളോട് പറയുന്നതാണ്, ഫർഷദനി ഇലാ തർക്കിൽ മാസി, പാപങ്ങളെ വിട്ടുനിൽക്കാൻ അദ്ദേഹം ചില ഉപദേശങ്ങൾ അവിടുന്ന് നൽകി. ആ കൂട്ടത്തിൽ അവിടുന്ന് ഒരു വാക്കും കൂടി പറഞ്ഞു, وأخبرني أن العلم نور ونور الله لا يعطى لعاصي. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അല്ലാഹ് കൊടുക്കുന്ന ഒരു തജല്ലിയത്താണ് നൂറ്, അല്ലെങ്കിൽ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എന്നിട്ട് തന്റെ ഗുരുനാഥനായ മനുഷ്യൻ ഇമാം ഷാഫിഈ തങ്ങളോട് പറയാ, നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹിന്റെ പ്രകാശമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. തെറ്റുകാരനായ പാപമംഗലമായ ഹൃദയത്തോടു കൂടി ജീവിക്കുന്നയാൾക്ക് അള്ളാഹുവിന്റെ നൂറ് കൊടുക്കുകയില്ല. അതുകൊണ്ട് ഷാഫി ഇമാമിനോട്, ശിഷ്യനോട് ഗുരുനാഥൻ പറഞ്ഞു, നിന്റെ തെറ്റുകൾ നീ മാറ്റണം. ഫർഷദനി ഇലാ തർക്കിൽ മാസി, നിന്റെ തെറ്റുകൾ നീ മാറ്റി നിർത്ത്. നിന്റെ തെറ്റുകൾ നീ മാറി നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കും മോനെ എന്ന് വക്കീ എന്ന് പറയുന്ന തന്റെ ഗുരുനാഥൻ ഷാഫി ഇമാമിനോട് പറയുന്ന രംഗം ഷാഫി ഇമാം ലോക ജനതയ്ക്ക്, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അറിയണേ, അന്നൽ ഇൽമ, അല്ലാഹുവിന്റെ ഇൽമു എന്ന് പറയുന്നത് നൂറിന്റെ ഒരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുതാ ലിവാസി, തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമ് അല്ലാഹ് കൊടുക്കൂല. ഷാഫിഈ ഇമാമിനോട് പറയാ, ഓ മോനെ, അള്ളാഹുവിന്റെ പ്രകാശമാണ്, അള്ളാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ ഇൽമ് ഹൃദയത്തിലേക്ക് കടക്കണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണേ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഈ ചരിത്രം പറയുന്നത് ഏറ്റവും വലിയ നൂറ് ഖുർആനാണ്, ഏറ്റവും വലിയ നൂറ് ഖുർആനാണ്. ഇത് പറയാൻ കാരണം ഹൃദയശുദ്ധിയുള്ളവരിലേക്ക് മാത്രമേ അള്ളാഹു നോക്കുകയുള്ളൂ, ഹൃദയശുദ്ധിയുള്ളവരിലേക്ക് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ നൂറ് ഖുർആനാണ്. ആ
അത് ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നാൽ ആ ഹൃദയം അത്രയും ശുദ്ധതയോടെ ഇരിക്കുക എന്നാണ്. ഒരാൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിലുള്ള സഹോദരിമാര് ഉമ്മമാര് ആരുമായിക്കോട്ടെ ഖുർആൻ പഠിച്ച് അതങ്ങനെ തന്നെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കുന്നതാണ്, ഹൃദയ ശുദ്ധിയുടെ അടയാളമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ ഹൃദയമാണ്, ഹൃദയ ശുദ്ധിയാണ് നമ്മുടെ വിഷയം. ആ ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പരമാവധി നമ്മുടെ വീട് വൃത്തിയായി വെക്കും. മലീമസമായ അന്തരീക്ഷമാണ് വീടിലുള്ളതെങ്കിൽ ഒരാള് റോൾ മോഡലായ ഗസ്റ്റായി അതിഥികൾ കയറി വരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ വീടും വീടിന്റെ പരിസരവും വളരെ വൃത്തിയായി വെക്കാറുള്ളത് പോലെ ഹൃദയത്തിലേക്ക് ഖുർആൻ കയറണമെങ്കിൽ ഹൃദയം ശുദ്ധിയോടെ ഇരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വീടിന്റെ പരിസരം വന്ന ആൾക്കാർ, ഗസ്റ്റുകൾ അല്ലെങ്കിൽ അതിഥികൾ വീടും വീടിന്റെ പരിസരവും മോശമാണെങ്കിൽ അവർ നമ്മളെ പഴി പറയും, അവർ തുറുകുറുക്കും, അപ്പുറം പോയവർ മുറുമുറുക്കും, എന്നിട്ട് അവർ മെല്ലെ ഇറങ്ങിയിട്ട് പോകും. പിന്നീട് കാണാമെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ ഖുർആൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ലൗ തഹറത് ഖുലൂബുഹും മാ ശഫിഅതും മിൻ കലാമി റബ്ബിക്കും. അതുകൊണ്ട് ഇമാം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ തഹറത് ഖുലൂബുഹും മാ ശഫിഅതും മിൻ കലാമി റബ്ബിക്കും. ശുദ്ധമായ ഹൃദയത്തിലുള്ള ശുദ്ധമായ ഹൃദയത്തിനുടമകൾക്ക് അള്ളാഹുവിന്റെ കലാം ഒരിക്കലും മടുക്കുകയില്ല. ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകൾക്ക് അള്ളാഹിന്റെ കലാം മടുക്കുകയില്ല. ഹൃദയശുദ്ധി ഇല്ലാത്തവനാണ് എന്തോ തകരാറുണ്ട്, എവിടെയോ തകരാറുണ്ട്. ആ തകരാറുള്ളയാളാണെങ്കിൽ ഹൃദയത്തിലേക്ക് ഖുർആൻ അടുക്കുക പോലും ഇല്ല എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങൾ പറയാ. അവിടെ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ലൗ ഖാറത് ഖുലൂബുകും മാ ശബിയതും മിൻ കലാമി റബ്ബിക്കും. ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകൾക്ക് അള്ളാഹുവിന്റെ കലാം ഒരിക്കലും മടുക്കുകയില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഹൃദയ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായ, അള്ളാഹുവിന് പൊരുത്തമുള്ളതായ, അള്ളാഹുക്ക് ഏറ്റവും മർദിയായ രീതിയിൽ ജീവിക്കുമ്പോ മറ്റൊരാളിലെ കുറ്റങ്ങളിലേക്ക് നോക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുറ്റങ്ങളിലേക്ക് നോക്കിയിട്ട് സ്വന്തം കുറ്റങ്ങളെ, കുറവുകളെ കണ്ടെത്തി അതിനെ പരിഹരിച്ച് മുഅ്മിനായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്, ഹൃദയതാളത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുക, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക, അള്ളാഹു സ്വീകാര്യത നൽകുക എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഉദാഹരണം പറയുന്ന കാണാം. ഹൃദയത്തിന്റെ ശുദ്ധിയെ കുറിച്ച്, ഹൃദയ തസ്കിയത്തിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഇമാമികൾ പറയുന്ന ഹദീസിന്റെ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഹൃദയശുദ്ധിയുമായി ബന്ധപ്പെടുത്തിയാൽ ഏത് പണ്ഡിതന്മാരും പറയുന്ന ഹദീസുണ്ട്. ഈ ഹദീസ് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ, വീടിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ സാഹചര്യം മോശമാണെങ്കിൽ ഇത് രണ്ടിനെയും കൂട്ടി വായിക്കാൻ വേണ്ടി പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ വലാ ഖൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നൽ മലായികത നിശ്ചയം അല്ലാഹുവിന്റെ മലക്കുകൾ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകളാണ്, അദാബിന്റെ മലക്കുകളല്ല. മലക്കുകൾ പല കോലത്തിലാണ്. റഹ്മത്തിന്റെ മലക്ക്, അദാബിന്റെ മലക്കുകള്. ഈ റഹ്മത്തിന്റെ മലക്കുകൾ ലാ തദ്ഖുലു ബൈത, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. ഫീഹി, ആ വീട്ടിലുണ്ട് സൂറത്തുൻ വലാ ഖൽബുൻ, നായയുണ്ട്. മറ്റുള്ള രൂപങ്ങളുള്ള വീടാണ്. നമ്മുടെ വീട്ടിൽ രൂപങ്ങൾ ഉണ്ടാകും. ആരുടെയെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ചിത്രമുള്ള വീട്ടിലേക്ക്, കൽബുള്ള നായയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്തിനാ ഇപ്പൊ ഇത് പറയാൻ കാരണം? ഈ ഹദീസിന്റെ പ്രാധാന്യം ഹൃദയവിശുദ്ധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഒരു പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അത്തരത്തിലുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ലെങ്കിൽ അവിടെയാണ് വിഷയം. അത്തരത്തിലുള്ള വീടിന്റെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. ഒരു വീട് പോലെയാണ് ഹൃദയം, പൊളിഞ്ഞ വീട് പോലെയാണ് ഒരു കല്ല്, അല്ലെ? ഖുർആൻ മനപ്പാടമില്ലാത്തവരുടെ കൽബ്
പൊളിന്റെ വീട് പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഹദീസ് പറയാം, ഈ ഹദീസിന്റെ പ്രാധാന്യം പണ്ഡിതന്മാർ പറയുന്ന കാണാം. മിന്നൽ മലായിക ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ വലാ ഖൽബ്. ഒരു വീട്ടിലെ രൂപമുണ്ട് അല്ലെങ്കിൽ നായകളുണ്ട്, അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നിട്ട് പണ്ഡിതന്മാര് പറയുന്ന കാണാം. ഒരു വീട്ടിന്റെ കഥ അങ്ങനെയാണെങ്കിൽ പാപം കൊണ്ട് നിറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ഈമാനിന്റെ വെളിച്ചം ഖുർആനിയെ തൊട്ടും പ്രവേശിക്കപ്പെടുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കിനെ ഇതിലേക്ക് മഹാന്മാർ തട്ടിച്ച് പറയാം. ഒരു വീടിന്റെ സാഹചര്യം മോശമാണെങ്കിൽ ഒരാൾ മരിക്കുന്ന വീടുകളിൽ അള്ളാഹു കാക്കുമാറാവട്ടെ. ചില സമയത്ത് ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉമ്മാമ അല്ലെങ്കിൽ പ്രായമുള്ള ആരെങ്കിലും വീടിന്റെ അകത്തളത്തിൽ മരിച്ചു കിടക്കുന്നുണ്ടോ, മക്കള് മൊബൈലായിരിക്കും റിമോട്ട് ടിവിയുടെ റിമോട്ട് കയ്യിൽ പിടിച്ച് അപ്പുറത്തെ റൂമിൽ മരിച്ച ഉമ്മാമയുടെ മരിച്ചോ ഒന്നും അറിയില്ല, കുറെ കഴിയുമ്പോഴേക്കും അറിയാം. അപ്പൊ ആ വീട്ടിലേക്ക് മലക്കുകൾ വരുന്ന മലക്കുകൾ റഹ്മത്തിന്റെ മലക്കായിരിക്കോ അദാബിന്റെ മലക്കായിരിക്കോ? എന്താ സംശയം? അദാബിന്റെ മലക്കായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പോലെ നിസ്കരിച്ച ഉമ്മമാരെ, നമ്മൾ പോലെ ഹജ്ജ് ചെയ്ത് കുറെ ഉംറ ചെയ്ത് നമ്മളെ മക്കളെ നമ്മൾ നേരെയാക്കാൻ മറന്നുപോയാൽ ആ വീടിന്റെ പരിസരം മോശമാകാൻ നമ്മൾ കാരണക്കാരനാവുന്നില്ല. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാവട്ടെ, നമ്മുടെ മക്കളെയും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ദീനീബോധമുള്ള മക്കളാക്കി അല്ലാഹുവേ നാളെ ആഖിറത്തിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. അവരെ വല്ല പൊരുത്തക്കേടുകളിലെ വികൃതിത്തരം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ കൽബിലേക്ക് റബ്ബേ നമ്മളോടൊപ്പം അവരെ കൽബിലേക്ക് നീ ഈമാൻ നീ ഏറ്റി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കൾ കാരണം നാളെ നമ്മൾ നരകത്തിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ റഹ്മാനേ. ഇത് പറയുമ്പോൾ നമ്മളപ്പോൾ ആലോചിക്കണം, ഈ ദുനിയാവ് നശ്വരമാണ്, അനശ്വരമല്ല. ഇവിടുന്ന് ഒരു ദിവസം ഞെക്കൽ നീക്കപ്പെടും. ആ നീക്കപ്പെടുന്ന സമയം നമ്മുടെ സാഹചര്യം, വീടിന്റെ സാഹചര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞതിന്റെ ഉള്ളിൽ വലിയൊരു കാര്യമുണ്ട്, വലിയൊരു അർത്ഥം കിടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് നിസ്കരിച്ച്, ഒരുപാട് നോമ്പെടുത്ത്, ഒരുപാട് കഷ്ടപ്പെട്ട്, പക്ഷെ വീടിന്റെ സാഹചര്യം ഇങ്ങനെ ആയാൽ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാത്തതുപോലെ വീടിന്റെ ഉള്ളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് മരിക്കേണ്ടി വന്നാൽ യാതൊന്നുമില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. വീടിന്റെ സാഹചര്യം നന്നാവണം, വീടിന്റെ ഉൾത്തളം നന്നാവണം, അകവും പുറവും നന്നാവണം. അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈ ഹദീസ് ഇത്രയും പറയാൻ കാരണം ഹൃദയം ശുദ്ധീകരിക്കുക. ഒരാളെ ഹൃദയം ശുദ്ധിയാവുന്നിടത്താണ് അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുക, ആ നോട്ടത്തിലേക്കാണ് അള്ളാഹു എത്തിപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഹൃദയം ശുദ്ധിയാക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ മാത്രം രക്ഷപ്പെടുന്നല്ല എന്ന് പറഞ്ഞത്. ഉമ്മ അച്ചുമ്മയാണ്, ഉപ്പ ഹാജിയാരാണ് ഒക്കെയാണ്, പക്ഷേ മക്കളോ തലതിരിഞ്ഞു പോയി, ഹൃദയശുദ്ധിയില്ലാത്തവരായി, ഒന്നുമില്ല, നിസ്കാരമില്ല, തോന്നിയ പോലെ. അവിടെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എടോ നീ മാത്രം പോരണോ, നീ മാത്രം രക്ഷപ്പെടല്ല. നീ രക്ഷപ്പെടും, നിന്റെ അഹലുകാരെയും നിന്റെ വീട്ടുകാരെയും നിന്റെ കുടുംബങ്ങളെയും കൂടി നീ എന്താക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു ഹൃദയശുദ്ധിയുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും പരിശുദ്ധ റമദാനാണ് വരുന്നത്. റബ്ബേ, ആ ഹൃദയശുദ്ധിയോടുകൂടി സലീമായ കൽബോടുകൂടി പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾക്ക് വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയെങ്കിൽ വാക്കിലോ പ്രവൃത്തിയിലോ നോക്കിലോ ചിന്തയിലോ കൽബിലോ കാലുകൊണ്ട് കൈകൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് എല്ലാ നിലക്കും തെറ്റുകുറ്റങ്ങൾ വന്നു പോയെങ്കിൽ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ സത്യർദ്ധരായ സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, അബിദാത്യങ്ങളിൽ സാധുക്കളെ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ആ തെറ്റിന്റെ കാരണത്താൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കറുത്ത പുള്ളികൾ നീ വീഴ്ത്തല്ലേ റഹ്മാനെ. നമ്മുടെ ഹൃദയം നീ കടുപ്പിക്കല്ലേ റഹ്മാനെ. ضرب الله مثلا
ഫസാദഹും അല്ലാഹു മർദ എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് ഞങ്ങൾ ആരെയും ചേർത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ വഖുലൂബുഹും മർദുൻ ഫസാദഹും അല്ലാഹു മർദ എന്ന് നീ ഖുർആനിൽ പറഞ്ഞ ഹൃദയത്തിന്റെ രോഗമുള്ളവർ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ റഹ്മാനെ. ഹൃദയത്തിൽ നല്ല വിശാലമായ നല്ല ഈമാൻ നിറച്ചു നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും നമ്മുടെ അഹ്ലുകാരെയും നീ ചേർത്തണേ റഹ്മാനെ. അല്ലാഹുവേ അവസാനം മരിക്കുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടി ആഖിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ